നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ്സ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ആക്ഷേപത്തിന്റെ അലയൊലി. എം മണിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രതിപക്ഷം. മണി രാജിവെക്കാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപനം. നിയമസഭാ കക്ഷി നേതാക്കളുമായി സ്പീക്കർ നടത്തിയ ചർച്ചയും ഫലം കാണാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ച് പ്രതിപക്ഷം. എം മണിയെ അനുകൂലിച്ച പിണറായിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത് രൂക്ഷ വിമർശനങ്ങൾ. സംഭവത്തിന്റെ ഗൗരവം ഇനിയും മനസ്സിലാകാത്തത് മുഖ്യമന്ത്രിക്ക് മാത്രം. തെറ്റ് പറ്റിയില്ലെങ്കിൽ എം മണി എന്തിനു ഖേദം പ്രകടിപ്പിച്ചെന്നും ചെന്നിത്തല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ EMSന്റേതല്ല, മറിച്ച് എം മണിയുടേതാണെന്നും ആക്ഷേപം. അതേസമയം വിഷയത്തിൽ പിണറായിക്കെതിരെ ഒളിയമ്പുമായി കാനം രാജേന്ദ്രനും. എം മണിയുടേത് നാടൻ ശൈലിയാണോ എന്ന് ജനം വിലയിരുത്തട്ടെ. വാക്കുകൾക്ക് മിതത്വം പാലിക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രതികരണം. പെമ്പിളെ ഒരുമൈ പ്രവർത്തകരെ മന്ത്രി അപമാനിച്ചെന്ന് KM മാണിയും. ന്യായീകരണവും വിശദീകരണവും. എം മണിയുടെ രാജി ആവശ്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കനക്കുമ്പോഴും മന്ത്രിയെ പിന്തുണച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. മണി സംസാരിച്ചത് നാട്ടുശൈലിയിൽ, അതിനെ ചിലർ പർവ്വതീകരിച്ചു. പെമ്പിളെ ഒരുമൈ സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും പ്രസംഗത്തിൽ മണി മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യന്റെ വിശദീകരണം. കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കലിലും നയം വ്യക്തമാക്കി പിണറായി. വൻകിട കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ ഒഴിപ്പിക്കും. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണുമെന്നും പരമാവധി പേർക്ക് പട്ടയം നൽകുമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി. ഇടുക്കിയിലെ എല്ലാ ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് പട്ടയഭൂമിയിലല്ലെന്നും പിണറായിയുടെ ഓർമ്മപ്പെടുത്തൽ. അതേസമയം പ്രതിപക്ഷ ബഹളത്തിനിടെ നിയമസഭയിൽ മൂന്നാറിലെ വിവാദ പരാമർശം ന്യായീകരിച്ച് മന്ത്രി എം മണി. പ്രസംഗത്തിൽ ഒരിടത്തും ഒരു സ്ത്രീയുടെ പേരും ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞ കാര്യം തന്നോട് വിരോധമുള്ള മാധ്യമപ്രവർത്തകർ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചു. ഇപ്പോൾ നടക്കുന്നത് തന്നെയും പാർട്ടിയെയും താറടിക്കാനുള്ള ശ്രമമെന്നും മണി. ഏകോപന ശേഷം SBI. അനുബന്ധ ബാങ്കുകളുടെ ലയനം പൂർത്തിയായതോടെ കേരളത്തിൽ 1377 ശാഖകളുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ SBI പട്ടികയിൽ പഴയ SBTക്ക് പുറമെ ഭാരതീയ മഹിളാ ബാങ്ക് ശാഖകളും. ഡേറ്റ ഏകോപനം പൂർത്തിയായതോടെ SBI ഒറ്റ ബാങ്കായി പ്രവർത്തനം ആരംഭിച്ചത് ഇന്നലെ. ഡേറ്റ ലയനത്തിനു പിന്നാലെ അടുത്ത മാസം 4 ദിവസം ഇടപാടുകൾ രാജ്യവ്യാപകമായി സ്തംഭിക്കുമെന്ന് SBI. ATM, ഇന്റർനെറ്റ്, മൊബൈൽ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുക മെയ് 6, 13, 20, 27 തീയതികളിൽ. സേവന തടസ്സം അനുബന്ധ ബാങ്കുകളുമായി അക്കൗണ്ട് വിവര കൈമാറ്റം നടക്കുന്നതിനാലെന്ന് അധികൃതർ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2775 രൂപ, പവൻ 22,200 രൂപ, വെള്ളി 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ്സ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.